ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഞങ്ങളും സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇത് മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടാതിരിക്കാൻ എനിക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആയിരുന്നു. നമ്മൾ നാട്ടിലോട്ട് വന്നത് വെക്കേഷൻ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യപ്പൻ്റെ ആറാട്ട് സമയത്താണ് ഇവരൊരുവിധം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോകുമായിരുന്നു. കന്നിക്കെട്ടായിരുന്നു കുട്ടികളുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാട്ടിൽ പോയിട്ട് മാലയിടാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് അന്ന് രാവിലെ തന്നെ പോയി മാലയിടുകയൊക്കെയാണ് ചെയ്തത്. അവിടെ അടുത്ത് തന്നെ ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അച്ഛൻ തന്നെയാണ് കേട്ടോ ഈ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അച്ഛനും അനിയനും ഉണ്ട്, പിന്നെ ചേട്ടനും പിള്ളേരും, അതുപോലെ അനിയൻ്റെ ഒരു കൊച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാണ് മാലയിടുന്നത്. പിന്നെ അവിടെ അടുത്തുള്ള കുറേ പേര് കൂടിയിട്ടാണ് ഇവർ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരണമയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ. ഓം ശ്രീ സുന്ദരയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ. ഓം ശ്രീ കരിയപ്പ സ്വാമിയേ, ശരണമയ്യപ്പ. കാലുപിടിക്ക്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ പുഴയുണ്ട്. ആ പുഴയിൽ പോയി കുളിച്ച് വന്നിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് അങ്ങനെയാണ് കേട്ടോ മാലയിടലൊക്കെ ചെയ്തത്. അതിനുശേഷം നമ്മുടെ അടുത്ത് തന്നെ വേറൊരു അമ്പലമുണ്ട്, ഭഗവതിയുടെ അമ്പലം. അപ്പോൾ അവിടെ പോയി തൊഴാൻ വേണ്ടി പോവുകയാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ അത് ആ പാടത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാടമാണ് വരുന്നത്. അപ്പോൾ പാടത്തിൻ്റെ ഒരു സൈഡിൽ റെയിൽവേ ട്രാക്ക് വരുന്നുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പാടം കഴിഞ്ഞിട്ടാണ് അമ്പലം. അതുപോലെ തന്നെ ഈ സൈഡിൽ പാടത്തിൻ്റെ മേലെ മെയിൻ റോഡ് വരുന്നുണ്ട്. നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലം റോഡ്, ആ മെയിൻ റോഡ് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വേറെ ഭഗവതിയുടെ അമ്പലം വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴാനാണ് ഈ പോയി. അപ്പോൾ അടുത്തുള്ള അങ്ങനെ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഞങ്ങളെല്ലാവരും പോയി തൊഴുതു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്കൊക്കെ പോകുന്നതാണ്. ഇത് പാടത്തിൻ്റെ നടുക്കൊക്കെ ആയിട്ടാണ് അമ്പലം വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ, ആ വീഡിയോ ഒക്കെയാണിത്. പിന്നെ നമ്മൾ മാലയിട്ടിട്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇവരെല്ലാവരും ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ആറാട്ട് ഉത്രം വിളക്കിൻ്റെ സമയത്താണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ശബരിമലയ്ക്ക്. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അത്രയും തിരക്കിൽ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും പിന്നെ തേനൂരുള്ള കുറേ പേര് കൂടി ഇപ്പോഴും ഉത്രം വിളക്കിൻ്റെ സമയത്താണ് ശബരിമലയ്ക്കൊക്കെ പോകാറുള്ളത്. ഫസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണ്. ഹസ്ബൻഡും അച്ഛനും അതുപോലെ അവിടുത്തെ അനിയനും ഒക്കെ കൂടി ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെപ്പോഴും ഇങ്ങനെ പോകാറൊക്കെ ഉണ്ട്. ഈ ഒരു ഉത്രം വിളക്കിൻ്റെ സമയത്താണ് കൂടുതലും പോകാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്താണെങ്കിലും കുട്ടികളെ കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ ശബരിമലയെ കൊണ്ടുപോയി തൊഴിയിക്കണം എന്നൊരു നേർച്ചയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അമ്പലത്തേക്ക് ശബരിമലയ്ക്ക് പോകാൻ റെഡിയായിട്ടൊക്കെ ഇരുന്നാണ്ട് എല്ലാ ദിവസവും വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുളിച്ച് ഇട്ടൊക്കെയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. അതുപോലെ തന്നെ ഒരു ഭാഗ്യം കിട്ടിയത് ഞങ്ങളുടെ തേനൂർ അത്താഴമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു, വേലയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഇങ്ങനെ കലാപരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നാട്ടിലെത്തിയ സമയത്ത് മാലയിട്ടതിൻ്റെ അന്ന് രാത്രി നമുക്ക് അവിടെ കുട്ടികൾക്ക് ഒരു ഡാൻസ് അവതരിപ്പിക്കാനൊക്കെ ചാൻസ് കിട്ടി കേട്ടോ. വല്ലാതെ മൊത്തത്തിൽ പഠിച്ചിട്ടൊന്നുമല്ല, വന്ന അന്ന് രാവിലെ ഞാൻ കുറച്ച് പഠിപ്പിച്ചു. നമ്മുടെ മാളികപ്പുറത്തത്തെ ഗണപതി തുണയരുള്ളത് ആ പാട്ടാണ് കളിച്ചിട്ടുണ്ടായത്. 3 ആളും കൂടിയും കളിച്ചപ്പോൾ അത് നല്ലൊരു രസമായിരുന്നു. അതുപോലെ മാലയിട്ടിട്ട് അയ്യപ്പൻ്റെ പാട്ട് കളിക്കാൻ പറ്റിയത് തന്നെ ആ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ അവിടെ സ്റ്റേജിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റി തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളും കാണുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ സ്റ്റേജിൽ കയറിയിട്ട് എന്ത് കാണിച്ചാലും നല്ലൊരു ഭംഗിയാണല്ലേ. അപ്പോൾ വലിയ പെർഫെക്ഷനോട് കൂടിയിട്ടൊന്നും അല്ല കളിച്ചത്. കാരണം നാട്ടിൽ രാവിലെ വന്നിട്ട് പഠിച്ചതാണ്. നന്ദുവൊക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ജസ്റ്റ് പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതെന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നന്നായി കളിച്ചു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ അവർ ലാസ്റ്റ് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇതുപോലെ ഇങ്ങനെ കന്നിസ്വാമിമാരെ ഡാൻസ് കളിച്ചപ്പോൾ പ്രതീക്ഷിക്കാതെ കളിച്ചപ്പോൾ അത് അവർക്കും നല്ലൊരു അനുഗ്രഹമായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനൗൺസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുട്ടികൾക്ക് മൊമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പാട്ടിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കാരണം. അതുകൊണ്ടാണ് ഇതിലുള്ള പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മാളികപ്പുറത്തെ പാട്ടാണ് കേട്ടോ ഇവരപ്പം അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. 3 പേരും അവർക്ക് പറ്റുന്ന രീതിയിൽ നന്നായി കളിച്ചിട്ടുണ്ട്. അതിനൊരു ബിഗ് ക്ലാപ്പ് കേട്ടോ.
പിന്നെ ഇതാണ് നന്ദു കേട്ടോ. അപ്പോൾ അവിടെ ഓരോ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നു, കുറച്ച് നേരമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് കെട്ടുനിറ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോയി. പിന്നെ കെട്ടുനിറയുടെ വിശേഷങ്ങൾ കുറേ പേര് ഉണ്ടായിരുന്നു, 10-25 പേരുണ്ടായിരുന്നു കെട്ട് നിറയ്ക്കാനായിട്ട്. അപ്പോൾ കുറേ ഗുരുസ്വാമിമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കെട്ടുനിറയുടെ വിശേഷങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇവരാദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും അച്ഛനും അതുപോലെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. വേഗം എല്ലാവരും കെട്ടുനിറയെല്ലാം കഴിഞ്ഞു. എല്ലാം രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ കെട്ടുനിറയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കെട്ടൊക്കെ നിറച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നെയ്ത്തേങ്ങ നിറയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചന്ദനവും കുങ്കുമമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ എറിയാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ശബരിമലയ്ക്ക് പോകുന്ന വഴി തന്നെ നമ്മളുടെ ചുറ്റുമുള്ള അമ്പലങ്ങളിലൊക്കെ കയറി തൊഴുതിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ, വൈക്കം, അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും ഒരുവിധം കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ നല്ല ദർശനം കിട്ടിയെന്നാണ് പറഞ്ഞത്. അധികം തിരക്കൊന്നുമില്ലാതെ എല്ലാ അമ്പലങ്ങളിലും കയറി തൊഴാൻ പറ്റിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ശബരിമല പോയപ്പോഴും അത്ര തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇവർ കുറേ പ്രാവശ്യം അയ്യപ്പനെ കയറി തൊഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ദേവുവിൻ്റെ ഛർദിയായിരുന്നു കേട്ടോ. ദേവുവിന് യാത്ര ചെയ്യാനേ പറ്റില്ല, കാറിൽ കയറിയാലും ബസ് കയറിയാലും ഒക്കെ ഛർദിയാണ്. അപ്പോൾ ആൾക്ക് ഇവിടെ നിന്ന് വണ്ടി കയറി കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ഛർദി തുടങ്ങി. വണ്ടി നിർത്തിക്കഴിഞ്ഞ് അപ്പോൾ അവിടെ ഇറങ്ങി ഛർദിക്കുകയാണ് പണിയുണ്ടായിരുന്നത്. അതുപോലെ അത് കണ്ടിട്ട് അമ്പാടിക്കും കുറച്ച് ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബുദ്ധിമുട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. എല്ലാവരും ക്ഷീണിച്ചൊക്കെ പോയി. പിന്നെ ചേട്ടൻ മാത്രം 2 പിള്ളേരെയൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ തൊഴാനൊക്കെ ഇവർ ഭയങ്കര ആക്റ്റീവായിരുന്നു, കയറാനൊക്കെ ചെയ്തു. എല്ലാ പിള്ളേരും വേഗം കയറുകയൊക്കെ ചെയ്തു. അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ടു, നല്ലൊരു യാത്രയായിരുന്നു പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ശബരിമല കയറി തൊഴാനാണെങ്കിലും അയ്യപ്പനെ കുറേ പ്രാവശ്യം കാണാനാണെങ്കിലും ഇവർക്ക് പറ്റി. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ കഴിഞ്ഞ് ശബരിമലയൊക്കെ അയ്യപ്പനെ എല്ലാം കാണൽ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടോ വീട്ടിൽ കയറുന്നതാണിത്. അപ്പോൾ തേങ്ങ ഉടച്ചിട്ട് വീട്ടിലോട്ട് കയറുക. അപ്പോൾ എല്ലാവരും ഓരോ തേങ്ങയൊക്കെ ഉടച്ചിട്ട് വീട്ടിലോട്ട് കയറണം. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് മാല ഊരി മാറ്റും പൂജാമുറി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ശബരിമല യാത്ര കേട്ടോ. അപ്പോൾ ശബരിമലയ്ക്ക് പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ
ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കാണണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ശബരിമല വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനിനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ചേർക്കാം. അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഇവർ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു കേക്ക് കട്ടിങ് വീഡിയോ കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി എല്ലാവരും കണ്ടു നോക്കണേ. ഹാപ്പി ബർത്ത്ഡേ വലിയ കുട്ടീനെ കാണുന്നില്ല. എല്ലാരും എടുക്ക്, 3 പീസ് എടുത്തോ. അമ്പൂന്റെ കയ്യിൽ ക്രീം വൈലമ്പൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.